ഹലോ നമസ്കാരം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് നിങ്ങൾ നോക്കുന്നത്. എൻ്റെ ഈ ബാഗ് കാണുന്ന ടി വി യൂണിറ്റ് ഉണ്ടോ, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾ ആരുടെയും പോയി കൊട്ടേഷനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പായിട്ട് ഒരു 4,000-5,000 യൂറോയുടെ ഒരു കൊട്ടേഷൻ ആയിരിക്കും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡ് വരെ ഇത് കണ്ടു നോക്കിയോ. ഇതിൻ്റെ ഫുൾ പ്രൈസ് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ ഇത് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടി വി യൂണിറ്റ് ചെയ്തതാണ് കാണിക്കുന്നത്. എൻ്റെ ബാക്കി കാണുന്ന ഈ ടി വി യൂണിറ്റ് ഇല്ലേ, അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാവേ. കാര്യം നമ്മുടെ പ്രയർ യൂണിറ്റിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പം ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞാണ് ടി വി യൂണിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടി വി യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ചെയ്തത് ഇതാണ് വാൾപേപ്പർ. ഈ കാണുന്നതൊരു ബ്ലൂ കളർ വാൾപേപ്പറാണ്. ഇതിന് പകരമായിട്ട് UV ഷീറ്റ് ആൾക്കാർ വാങ്ങി ഒട്ടിക്കാറുണ്ട്. പക്ഷേ ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വാൾപേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ കളറാണ് എനിക്ക് ബാക്കിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണിത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാൾപേപ്പർ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്ത ഇതാണ് പാനലിങ്. നമ്മുടെ ഈ പാനലില്ലേ, നമ്മുടെ പ്രയർ യൂണിറ്റിൽ ഉപയോഗിച്ച ആ സെയിം പാനൽ, അത് 2 ബോക്സ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു ഗ്ലൂ പോലത്തെ ഒരു പശ കിട്ടും, അതും കൂടെ വാങ്ങിച്ച് ഒട്ടിച്ചിരിക്കുക. അല്ല ഇത് സ്ക്രൂ ചെയ്തിട്ടോ ആണി അടിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഈ സ്വിച്ച് ബോർഡ് കാണണ്ടോ, ഈ സ്വിച്ച് ബോർഡും ഇതെല്ലാം അതിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നമ്മളൊരു ഫ്രെയിം അടിച്ചിട്ടുണ്ട്. ഈ ടി വിയുടെ ഒരു വലുപ്പത്തിൽ 4 പട്ടിക, നമ്മുടെ പട്ടികയില്ലേ 2 ഇഞ്ച് കനത്തിലുള്ള പട്ടിക അടിച്ചിട്ട് അതേലാണ് ഈ ബോർഡില്ലേ, ഈ വൈറ്റ് ബോർഡ്, ഇത് വൈറ്റ് ബോർഡിന് 200 സെൻറ്റിമീറ്റർ വീതിയും 110 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു ബോർഡാണിത്. ഇതിന് 18 mm തിക്നെസ് ഉള്ള ഒരു ബോർഡാണിത്. ഇതിന് ഞാൻ പേ ചെയ്തത് 57 യൂറോയാണ്. അത് ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടി. ഇതിൻ്റെ എഡ്ജസും എല്ലാം ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പം എന്നിട്ട് ഈ സാധനം നമ്മളെ ബാക്കിൽ പറഞ്ഞ പട്ടികയിലോട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുവാണേ. ശേഷം ഞാൻ ഇതിൻ്റെ ബാക്കിൽ വോൾ മൗണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ടി വിയുടെ സ്റ്റാൻഡില്ലേ, അത് ഞാൻ വോളിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ വൈറ്റ് ഷീറ്റില്ലേ, ഈ വൈറ്റ് ബോർഡില്ലേ, ഇതിലും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേങ്കിൽ ഞാൻ കുറച്ചുകൂടെ സേഫ്റ്റി ആണല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ വോളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബ്രിക്സിൻ്റെ ഒരു വോളാണ്, അപ്പം അതിൽ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ വോൾ മൗണ്ടഡ് ആയിട്ടുള്ള ടി വിയുടെ ഫ്രെയിമിൻ്റെ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇതില്ലേ, ഈ വുഡ് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ അത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ ഈ സ്ട്രിപ്പ് ലൈറ്റ് കണ്ടോ, ആ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ നമ്മുടെ ആ പ്രയർ യൂണിറ്റിന് ചെയ്തതുപോലെ തന്നെ ഉള്ള ഒരു റിമോട്ടും അതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രിപ്പ് ലൈറ്റ്. ഞാൻ അത് ഒട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ബോർഡില്ലേ, ഈ വൈറ്റ് ബോർഡ്, അതിൻ്റെ നേരെ ബാക്കിൽ എൻഡിലായിട്ട് ഈ അടുത്ത നമ്മുടെ ഈ അറ്റത്തായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഫുള്ള് ചുറ്റും ഒട്ടിച്ച് ഞാൻ എടുത്തിരിക്കുവാണേ. പിന്നെ അടുത്തത് നമ്മൾ വരുന്നത് വോൾ മൗണ്ടഡ് ആയിട്ടുള്ള ടി വി യൂണിറ്റ് ആണേ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈക്കയിൽ നിന്ന് വാങ്ങിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു വോൾ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇത് ആയിരുന്നു എനിക്ക് ഇഷ്ടം. ഇച്ചിരി ഒതുങ്ങിയ ഒരു ടൈപ്പ്. കാര്യം എനിക്ക് അടിയിലൊരു സ്പേസ് വേണമായിരുന്നു. പിന്നെ എൻ്റെ ഈ ഡോറ്, ഇവിടുത്തെ ഈ ഡോറ് ഉണ്ട്, ഈ ഡോറ് വന്നിട്ട് തട്ടാത്തുള്ള രീതിയിലുള്ള ഒരു ഒതുങ്ങിയ സാധനമാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് പറ്റിയ ആ ഒരു ഇതിൽ എനിക്ക് കിട്ടിയത് 200 സെൻറ്റിമീറ്റർ വീതിയുണ്ട് ഇതിന്, 25 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് ലെങ്തും ഉണ്ട്. അത്രയാണ് ഇപ്പോൾ ഒരു ഒതുങ്ങിയ സാധനം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐക്യയിലൊക്കെ അത് വാങ്ങിച്ചിട്ട് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളേ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് വന്നിരിക്കുന്നത് 2 ഡ്രോ 2 എൻഡിലും, പിന്നെ ഇങ്ങനെ ഒരു ഇതിൻ്റെ അകത്താണ് നമ്മൾ ബാക്കി നമ്മുടെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വയറൊന്നും കാണാതെ നല്ല ഹൈഡായിട്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സാധനം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മുടെ ടി വിയുടെ ലോട്ടുള്ള വയറും കാര്യങ്ങളും എല്ലാം വിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ കേബിളുകളെല്ലാം കൂടെ പോയിരിക്കുന്ന ഇതിൻ്റെ അകത്താണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ ഹോൾ എടുത്തിട്ട് ഇൻസൈഡ് അകത്തോട്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ മതി. പക്ഷേ ഞാൻ എൻ്റെ ഒരു വോള് ബ്രേക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്.
ഓക്കെ. അപ്പം നമ്മുടെ ടി വി യൂണിറ്റിന് ഫുൾ വന്നിരിക്കുന്ന പ്രൈസ് ഒരു 800 യൂറോ ആണ്. 800 യൂറോ വന്നു എങ്കിലും നമ്മുടെ പാനലല്ലേ, ഈ പാനൽ വാങ്ങിച്ചപ്പം ഒരു ബോക്സിൽ 4 പീസിൻ്റെ ആയിട്ട് വന്നിട്ട് നമ്മൾ 2 പീസ് എടുത്തിട്ട് നമ്മൾ പ്രയർ യൂണിറ്റോടെ യൂസ് ചെയ്തു കേട്ടോ. അപ്പം നമുക്കൊരു 800 എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ താത്ത് പിടിക്കാം. എന്നാലും റൺ ഫിഗറായിട്ട് നമുക്കൊരു 800 യൂറോയ്ക്കാണ് ഈ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.